ഓരോ ദിവസങ്ങളും ടെക്നോളജികളും സാങ്കേതിക വിദ്യകളും മനുഷ്യൻ 1000 രഹസ്യങ്ങളുടെ പൂട്ടുത്ത് പൊളിച്ച് അറിവുകളുടെ ലോകത്തിലേക്ക് യാത്രയാകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എത്രമേൽ പരിശ്രമിച്ചാലും മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത രഹസ്യങ്ങളെ, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതിലും മഗീബാത്തുൽ ഖംസ്, പരമമായ 5 രഹസ്യങ്ങൾ എന്നാണ് പറയുന്നത്. ആ രഹസ്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വിശുദ്ധമായ ഖുർആന്റെ സൂറത്ത് ലുഖ്മാനിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു 5 രഹസ്യങ്ങളെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ എന്നാണ് ഈ ലോകത്തിന്റെ അവസാനം എന്ന രഹസ്യം പടച്ചവന് മാത്രമേ അറിയൂ. രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്ന ഒരു പരമരഹസ്യമാണ് വയുനസ്സിലുൽ ഗൈസ്. മഴ എപ്പോഴാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്, എപ്പോഴാണ് മഴയുണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന് മാത്രം, ഖാലിഖായ റബ്ബിന് മാത്രം പറയാൻ കഴിയുന്ന, അവന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. മഴ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നതിനോടൊപ്പം നാം ഇപ്പോൾ മഴക്കാലത്താണ് നിൽക്കുന്നത്. തിമിർത്തു പെയ്യുന്ന മഴ, കോരിച്ചൊരിയുന്ന മഴ, മെല്ലെ മെല്ലെ ശാന്തമായി തഴുകിത്തലോടുന്ന മഴ, ഇങ്ങനെ മഴയുടെ മനോഹരമായ ഭാവങ്ങളെ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മഴക്കാലത്തേക്ക് നാം കടക്കുകയാണ്. മഴക്കാല കെടുതികൾ, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇതുമായി ഗവൺമെന്റും സംവിധാനവും മഴയ്ക്ക് മുമ്പേ പടർന്നു പിടിക്കാനുള്ള, രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള മുൻകരുതലുകൾ, നടപടികൾ ഇറക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് അവൻ മഴയെ സമീപിക്കേണ്ടത്? ഈ മഴയെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് എന്താണ് പറയുന്നത്? നാം അതിനെക്കുറിച്ചാണ് ഈ വെള്ളിയാഴ്ച ചർച്ച ചെയ്യുക. ആദ്യമായി അറിയുന്നത് പൊടുന്നനെ വരുന്ന മഴ, നാം ഇറങ്ങിപ്പോകുമ്പോൾ പാതി വഴിയിൽ പെയ്യുന്ന മഴ, നമ്മുടെ യാത്രയെ മുടക്കുന്ന മഴ. ആ മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചില ശാസ്ത്രീയമായ സാധ്യതകളെ മുൻനിർത്തി പ്രവചിക്കുമെങ്കിലും ആ സാധ്യതകളെല്ലാം ശരിയായി കൊള്ളണമെന്നില്ല. ആ സാധ്യതകളൊക്കെ പ്രവചിക്കുന്നത് പോലെ തന്നെ സുതാര്യമാവണമെന്നില്ല. പക്ഷേ അല്ലാഹു പറയുന്നത്, മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്ന ആദ്യത്തെ കാര്യം, അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. എപ്പോഴാണ് പെയ്യുന്നത്, എവിടെയാണ് പെയ്യുന്നത്, എത്രയാണ് പെയ്യുന്നത്, ആ പെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഏതൊക്കെയാണ്, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യമായിട്ടാണ് മഴയെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. രണ്ടാമതായി ഖുർആൻ മഴയെക്കുറിച്ച് നമ്മോട് പറയുന്നത്, ആ മഴയെ വിശുദ്ധമായ ഖുർആൻ, അതിന്റെ സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയെ പല രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ചിലപ്പോൾ ആ മഴ ഒരു സമൂഹത്തിന് വിനാശകരമായ ഒരു മഴയായി പെയ്തേക്കാം. മഴ എന്ന് പറയുന്നത് വിശാലമായൊരു അർത്ഥത്തിലാണ് ഈ മഴയെ നമ്മോട് പറഞ്ഞു തരുന്നത്. ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹുവിനെ നിഷേധിക്കുകയും അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ പങ്കു ചേർത്ത് ആദ്യമായി തൗഹീദിന്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞ് വിഗ്രഹങ്ങളുടെ മുകളിൽ ആരാധനകൾ അർപ്പിച്ച ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച കഥ പറയുന്നുണ്ട്. ആ നാശനഷ്ടമുണ്ടായത് ഒരു വലിയ ജലപ്രളയത്തിലൂടെയായിരുന്നു. ആ ജലപ്രളയമുണ്ടായിരുന്നത് ഒരു ഒട്ടിക്കാരന്റെ അടുപ്പിലൂടെയായിരുന്നു. അല്ലാഹു പറയുകയാണ്, ആ റൊട്ടിക്കാരന്റെ അടുപ്പിൽ നിന്നുണ്ടായ ഒരു വലിയ ജലപ്രളയത്തിൽ ഒരു സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളെക്കാൾ ശക്തന്മാരായ ഒരാളും ഈ ലോകത്തിൽ നിന്ന് അഹങ്കരിച്ച അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പ്രബോധകന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ, ഞങ്ങളാണ് നഹ്നു ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅസിൻ ശദീദ്, ഞങ്ങളാണ് ഏറ്റവും വലിയവർ എന്ന് ലോകത്ത് അഹങ്കരിച്ച ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഉദ്ദേശിച്ചത് ഒരു മഴയിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവരെ ഞാൻ കൈകാര്യം ചെയ്ത രീതി, സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ തമാനിയത
أيام حسوما فترى القوم فيها سرعا كأنهم أعجاز نخل هاوية فهل ترى لهم من باقيا. അള്ളാഹു പറയാണ് സഖറഹ അലൈഹിം, അവരുടെ മേൽ മഴ തിമിർത്തു പെയ്തു. സബ്അ ലയാലിൻ വസമാനിയത അയ്യാം, 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന് കോരിച്ചോരി ചെയ്യുന്ന ഒരു തിമിർത്ത മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ ഏറ്റവും അധികായരെന്ന് ലോകത്തോട് പറഞ്ഞിരുന്ന, ഞങ്ങളെ തകർക്കാൻ ആരുമില്ലെന്ന് വെല്ലുവിളിച്ച പടച്ചവനേക്കാൾ വലിയവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്, അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത് മഴ കൊണ്ടാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ചിലപ്പോൾ ആ മഴ നമുക്ക് വലിയ ശിക്ഷകളായി വന്നേക്കാം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമതായി മഴയെ കുറിച്ച് പറയുന്നുണ്ട്. മഴ പല രീതിയിൽ വരാം. നമ്മൾ മഴ എന്ന് പറയുമ്പോൾ ആ മഴ എന്ന് പറയുന്നത് മലയാളത്തിലെ 2 അക്ഷരത്തിൽ നമുക്ക് പറയാൻ മാത്രമേ പഠിക്കൂ, മഴ. പക്ഷെ ഖുർആൻ അതിനെ പറയുന്നത് വിശാലമായ അർത്ഥത്തിലാണ്. അവിടെയാണ് നാം ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മഴയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തു, നാളെ മഴ പെയ്തു എന്ന് പറയാനല്ലാതെ മലയാളത്തിന്റെ ആ 2 അക്ഷരത്തിന് മഴ എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തെ ഒപ്പിയെടുക്കാൻ കഴിയില്ല. പക്ഷെ വിശുദ്ധമായ ഖുർആൻ മഴയെ കുറിച്ച് പറയാൻ 3 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. 3 പദം. ഒന്ന് മത്തർ, മഴ. ഇവിടെയാണ് ഖുർആനിനെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ കലാമിനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മഴയ്ക്ക് 3 പദമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഒന്ന് വാബിൽ, ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ. ഫഅസാബഹു വാബിലുൻ, അവിടെ മഴ പെയ്തു എന്നല്ല, വലിയ കൊടും വരൾച്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന, എല്ലാ രീതിയിലും ഒരു വലിയ വരൾച്ചയ്ക്കും ക്ഷാമത്തിനും ശേഷമുണ്ടാകുന്ന പുതുമഴയ്ക്കാണ് വാബിൽ എന്ന് പറയുന്നത്. ആ മഴ ചിലപ്പോൾ തിമിർത്ത് പെയ്തേക്കാം, അതിന് പറയുന്ന പേര് വാബിൽ എന്നാണ്. രണ്ടാമത് മഴയെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പദം അല്ലദീ യുനസ്സിലുൽ ഗൈസ്, ഗൈസ് എന്നാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് ആ വെള്ളം ഭൂമി ആഗിരണം ചെയ്ത് അതിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കാൻ പാകത്തിലുള്ള മഴയ്ക്കാണ് ഗൈസ് എന്ന് പറയുന്നത്. മൂന്നാമത് ഖുർആൻ ഉപയോഗിക്കുന്ന പദം മത്തർ എന്നാണ്. പേമാരി എന്ന് പറയും പോലെ ആ മഴ കോരിച്ചൊരിയുന്ന മഴയാണ്. നമ്മൾ പറയുന്നത് പോലെ ആ മഴ പെയ്താൽ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, കാച്ചിലും ചേനയും ചേമ്പും ഒന്നും മുളയ്ക്കാൻ പാകുന്ന രീതിയിൽ ആ മഴവെള്ളം താഴേക്ക് എഴുതിയിട്ടില്ല. പടച്ചവന്റെ കലാമിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മഴയെ കുറിച്ച് പറയാൻ മാത്രം 3 പ്രയോഗങ്ങളാണ്. ആ മഴ എന്ന 3 പ്രയോഗങ്ങളിൽ ആ മഴ ഭൂമിയോട് കാണിക്കുന്ന പ്രകൃതിയിലുണ്ടാകുന്ന അനുഭവങ്ങളെ, മാറ്റങ്ങളെ, മനുഷ്യൻ അത് സ്വീകരിക്കുന്നതിന് മുഴുവനും ആ പ്രയോഗത്തിലുണ്ട്. അള്ളാഹു അവന്റെ ഖുർആനിനെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഷ പഠിക്കുന്ന ഏതൊരാൾക്കും ഒരു റഫറൻസ് ഗ്രന്ഥമായി ഖുർആനിൽ ഉപയോഗിക്കാൻ കഴിയും. മൂന്നാമതായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഈ മഴയെ കുറിച്ച് ഖുർആൻ പ്രയോഗിക്കുന്നത് ഭൗതികമായ ജീവിതത്തിന്റെ നിസ്സാരതയെ അള്ളാഹു നമ്മളോട് പറയുന്നത് മഴയെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇന്നമാ മതലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس إنما مثل الحياة الدنيا. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വിഭവങ്ങളും ചേർന്ന് നിൽക്കുന്ന, കാലാകാലം വസിക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്ന ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഉപമ കമതലി ഗൈഥിൻ, ഒരു മഴയെ പോലെയാണ്.
ഈ ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരതയെ, ഇതിന്റെ ക്ഷണികതയെ പറയാൻ അള്ളാഹു പറയുന്നത് മഴ പെയ്യുന്നത് നോക്കുന്നില്ല എന്നാണ്. നമ്മൾ മഴ പെയ്യുന്നത് നോക്കുന്നത് എപ്പോഴാണ്? വല്ലാതെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, സങ്കടമുണ്ടാകുമ്പോ, സുന്ദരമായ കോടമഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്ന മൂന്നാറിലോ കുട്ടിക്കാനത്തോ അവിടെ പോയിരുന്ന് റിസോർട്ടിൽ റൂം എടുത്ത് വൈകുന്നേരമായി കഴിയുമ്പോൾ സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തല്ലിയാത്തൊടുക്കുന്ന തടാകത്തിന്റെ താഴ്വാരത്ത് ഇങ്ങനെ ചെറിയ ഇളം നെല്ലിക്കാടുകളുടെ ഇടയിലൂടെ പടന്നൊടുക്കുന്ന മഴയെ നോക്കിയിട്ട് മലയാളത്തിന്റെ പ്രസിദ്ധനായ സംഗീത സംവിധായകന്റെ നേർത്ത ഒരു സംഗീതവും കയ്യിലൊരു കട്ടൻ ചായയും പെയ്തിറങ്ങുന്ന ഈ മഴത്തുള്ളികളുടെ നിർമ്മലമായ ശബ്ദവും കണ്ട് മനസ്സിനെ ഇങ്ങനെ ആസ്വദിക്കാനല്ല അള്ളാഹു പറയുന്നത്. വീടിന്റെ കോലായിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആ മഴ താഴോട്ട് വന്ന് വീഴുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ദുനിയാവിനെ കുറിച്ച് ഓർക്കണം, നിങ്ങളുടെ ഈ ജീവിതത്തെ കുറിച്ച് ഓർക്കണം. കാരണം കമ്മസലി ഗൈസിൻ, നിങ്ങളുടെ ജീവിതം ഒരു മഴ പോലെയാണ്. അൻസൽനാഹു മിനസ് സമാ, ആ മഴത്തുള്ളി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണു. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ആ ആകാശത്ത് നിന്ന് വന്ന മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീണ് ഭൂമിയിലെ മണ്ണുമായി അത് കൂടിച്ചേർന്ന് നനഞ്ഞ് അതിൽ നിന്ന് സസ്യലതാദികൾ പൊട്ടിമുളച്ചു. ആ പൊട്ടിമുളച്ചതിൽ മനുഷ്യൻ തിന്നുന്ന നെല്ലുകളുണ്ട്, അവന്റെ ആഹാരമുണ്ട്. ആൽക്കാലികളുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സസ്യങ്ങളും പുല്ലുകളുമുണ്ട്. വയലേലകളിൽ ഇങ്ങനെ കതിർക്കുലകൾ തിളങ്ങിയാടി രാഗം മുഴുവനും പച്ചപ്പിലായി. അള്ളാഹു പറയുകയാണ്, ഭൂമി അതിന്റെ പച്ചപ്പിനെ വാരിയെടുത്തപ്പോൾ, പച്ചപ്പിനെ വാരി ഇങ്ങനെ എടുത്തു. നമ്മൾ MC റോഡിലൂടെ യാത്ര ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയാൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം കുട്ടനാടിന്റെ മണ്ണിൽ ഇങ്ങനെ നെല്ലുകൾ ഇങ്ങനെ കുലച്ച് കതിര് കുലച്ച് ഇങ്ങനെ മെല്ലെ മന്ദമാരുതന്റെ തലോടലേറ്റ് ആടുന്നത് കാണാം. അള്ളാഹു പറയാണ്, ഒരു മഴ പെയ്തപ്പോ വയലേലകളെല്ലാം കുലച്ചു, നെൽക്കതിർ മണികൾ ഇങ്ങനെ ആടി. നാളെ കൊയ്യാൻ ഭാഗത്തിൽ ആ കൃഷികൾ മുഴുവനും നന്നായി പച്ച പുതച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹു പറയുകയാണ്, കൃഷിക്കാരൻ എന്ന സായാഹ്നത്തിൽ വന്ന് നിൽക്കുമ്പോ നാളെ രാവിലെ ഇതെല്ലാം കൊയ്യണം, നെന്മടികളെല്ലാം പെയ്തെടുക്കണം, അത് പിന്നീട് അരിയാക്കി മാറ്റി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം, അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് എന്റെ മകളുടെ കല്യാണം നടത്തണം, എന്റെ വീട് നന്നാക്കണം, ഒരു വർഷത്തെ എന്റെ കൃഷിയുടെ അധ്വാനത്തിന്റെ ബലം കൊണ്ട് എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമെന്ന് തലേ ദിവസം സായാഹ്നത്തിൽ അവൻ സ്വപ്നങ്ങൾ കണ്ട് നാളെ ഈ വയല് കൊയ്ത് കിട്ടുന്നത് കൊണ്ട് താൻ അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളൊക്കെ കണ്ട് അവൻ രാത്രിയിൽ പോയി കിടന്നുറങ്ങി. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരി. നിങ്ങൾ അതിന്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. നമ്മൾ ഉണ്ടാക്കിയ ഒരു വലിയ വയൽ, അതല്ലെങ്കിൽ ഒരു തേയിലത്തോട്ടം, നാളെ അത് കൊയ്യുകയാണ്. നാളെയാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത്, നാളെയാണ് നാം കണ്ട ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. അന്ന് രാത്രി ആ കൃഷിക്കാരൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, അന്ന് രാത്രി അവൻ ഉറങ്ങുമ്പോൾ എന്തൊക്കെ മനസ്സിൽ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അള്ളാഹു പറയുകയാണ്, അന്ന് രാത്രി നാളത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ സ്വപ്നവും കണ്ട് അവൻ ഉറങ്ങുന്ന നേരം അന്ന് രാത്രിയിലോ പകലിലോ ഈ എന്റെ കൽപ്പന ഞാൻ പുറപ്പെടുവിച്ചപ്പോൾ അന്ന് രാവിലോ പകലിലോ എന്റെ കൽപ്പന ഞാൻ പുറപ്പെടുവിച്ചപ്പോൾ അന്ന് രാത്രിയിലും മഴ തിമിർത്ത് പെയ്തപ്പോ അന്ന് ആ മഴ തിമിർത്ത് പെയ്ത മഴയുടെ ഉള്ളിൽ
അന്ന് രാത്രിയിൽ ഭൂമി ഒന്ന് സംഹാര താണ്ഡവമാടിയപ്പോ ഇളകിയാടുന്ന ഭൂമിക്കിടയിൽ നിന്ന് പുറത്തോട്ട് വന്ന ഈ ജലത്തിന്റെ ഭൂമി കുലുക്കമുണ്ടായപ്പോ, ജലപ്രളയം വന്നപ്പോ, ഉരുൾപൊട്ടൽ വന്നപ്പോ, രാവിലെ സുബഹി കഴിഞ്ഞ് കൃഷിക്കാരൻ വന്നു നോക്കുമ്പോ അതിനെ മുഴുവന് ഞാൻ തകരത്ത് തരിപ്പണമായി പോയി. ഇന്നലെ അങ്ങനെ ഒരു പാടം അവിടെ ഉണ്ടെന്നോ, അങ്ങനെ ഒരു ഭൂമി എവിടെ ഉണ്ടെന്നോ, അങ്ങനെ ഒരു കൃഷി എവിടെ ഉണ്ടെന്നോ പറയാൻ കഴിയാത്ത വിധം അതിനെ ഞാൻ തകരത്തെ തരിപ്പണമായെന്ന് വിശുദ്ധ ഖുർആൻ. രാത്രിയിൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ പേമാരിക്കാലത്തെ പുത്തുമലയും കഴിഞ്ഞ പേമാരിക്കാലത്തെ ആ വയനാടിലെ ഉരുൾപൊട്ടൽ നിങ്ങളുടെ മനസ്സിലൊന്ന് വന്നു നോക്കി. വയനാടൻ മലനിരകളിൽ രാവിലെ എഴുന്നേറ്റ് പോയാൽ വിനോദസഞ്ചാരികളുടെ ഹൃദയത്തെ കീഴടക്കിയ മഞ്ഞുതുള്ളികൾ, തേയിലക്കാട്ടുകളിലെ കുഞ്ഞു ഇലകളോട് പ്രണയം പറഞ്ഞ മനോഹരമായ തേയിലക്കാടുകൾ. ആ തേയിലക്കാടുകളുടെ സായാഹ്നം മനോഹരമാണ്. രാത്രിയിൽ അവരവിടെ കിടന്നുറങ്ങുന്ന നേരത്ത് ഭൂമി ഒന്ന് ഉറഞ്ഞു തുള്ളിയപ്പോ, ഭൂമി ഒന്ന് പിളർന്നു മാറിയപ്പോൾ, അതിൽ നിന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോയത് ഏതാണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ. രാവിലെ വന്ന് നോക്കുമ്പോൾ ആ സ്കൂൾ അവിടെ ഇല്ല. ഇന്നലെ അതവിടെ ഇല്ലാത്തതുപോലെ. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട് വൈകുന്നേരം വന്ന തന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുന്ന നേരം ആ ഭാര്യയും ഭർത്താവും നാളത്തെ തന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് പറയുന്ന നേരം, തങ്ങളുടെ നാളത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എവിടെയോ പടച്ചവന്റെ തീരുമാനം വന്നപ്പോൾ പിന്നീട് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ ആ ഭാര്യയെ ഭർത്താവ് കണ്ടിട്ടില്ല, ഭർത്താവ് ഭാര്യയെ കണ്ടിട്ടില്ല. വയനാട്ടിലെ ആ തേയിലക്കാടുകളുടെ ഇടയിൽ ഇപ്പോഴും കൈകളിൽ തിരിച്ചു കിട്ടിയ ബാക്കി അസ്ഥിയും പിടിച്ച് എന്റെ പ്രാണപ്രയസി എവിടെയെന്ന് അന്വേഷിച്ചടക്കുന്ന ഭർത്താക്കന്മാർ ഇപ്പോഴുമുണ്ട്. പലരുടെയും മയ്യത്തുകൾ പോലും കിട്ടിയിട്ടില്ല. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരെ അള്ളാഹു പരലോകത്ത് ഒരുമിക്കട്ടെ, അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. കൂടെ ഗാഢാലിംഗന ബദ്ധയായി തന്റെ കൂടെ കിടന്ന ഭാര്യയെ കാണാൻ കഴിയാതെ രാവിലെ എഴുന്നേൽക്കുന്ന ഭർത്താവ് ജലപ്രളയത്തിൽപ്പെട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല, മക്കളെ കാണാനില്ല. അവരുടെ ചെരുപ്പും കയ്യിൽ പിടിച്ച് മക്കളുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ മയ്യത്ത് എവിടെയെന്ന് പോലും അറിയാതെ പുതഞ്ഞു പോയ മൃതദേഹങ്ങളുണ്ട്. ഇവിടെയാണ് ഒരു മുഅ്മിൻ വ്യതിരിക്തനാകുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ ഭാര്യയെ ഭർത്താവ് കാണില്ല? ജലപ്രളയത്തിൽ ഒലിച്ചുപോയി മയ്യത്ത് പോലും കിട്ടാതെ മണ്ണിൽ പുതഞ്ഞുപോയ ജീവിതത്തിന്റെ നല്ല ഭാവി ആ ഭാര്യയെ ഒരിക്കലും ആ ഭർത്താവ് കണ്ടുമുട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഇതൊരു വിധിയുടെ ക്രൂരതയല്ലേ? ഇവിടെയാണ് വിശ്വാസിയുടെ വിശ്വാസം. ഇല്ല, വയനാട്ടിലെ തേയിലക്കാടുകളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ എന്റെ ഭാര്യയെ ഫയർഫോഴ്സിനും കേന്ദ്രസേനയ്ക്കും കണ്ടെടുത്ത് എനിക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ എനിക്ക് തിരിച്ചു തരുന്ന ഒരു റബ്ബുണ്ട്. അവരും അവരുടെ ഇണകളും നാളെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിലിൽ ചാരിയിരിക്കും. ഈ ഭൂമിയിലിരുന്ന് ഭക്ഷണം കഴിച്ചതുപോലെ ആ ഭാര്യയും ഭർത്താവും സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും. അവർ അവിടെ ഇരുന്ന് വർത്തമാനം പറയും. അവർ പരസ്പരം ഇണങ്ങും പിണങ്ങും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹു തീർച്ചയായും നമ്മളോട് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മഴയെ കുറിച്ചിട്ട് ഖുർആൻ നമ്മോട് പറയുന്നത് മഴയെ തോടിക്കളിക്കാനല്ല. മഴയെന്ന് പറഞ്ഞാൽ ആ മഴയത്തിറങ്ങി പല രീതിയിൽ ആസ്വദിക്കാനല്ല. ഹരേ ചീലൂട്ടാത്തു മേരി ജവാനി എനിക്ക് ആ പഴയ മഴവെള്ളക്കാലത്തിൽ ഒലിച്ചുവിട്ട കടലാസ തോണികളുടെ കഥ പറയാൻ മാത്രമല്ല. മഴ എന്തിനെന്നറിയുമോ? അള്ളാഹു പറയുകയാണ്,
പറയുകയാണ്, നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു പെരുമഴയത്തെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഈ ദുനിയാവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച് പറയാൻ അള്ളാഹു മഴയെ ഉപയോഗപ്പെടുത്തുകയാണ്. നാലാമത് അള്ളാഹു മഴയെ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിന് വേണ്ടിയാണ്. ഒരു മഴവെള്ളപ്പാച്ചലിൽ എത്രയെത്ര ഉരുൾപൊട്ടലുകൾ, എത്രയെത്ര പ്രകൃതി ദുരന്തങ്ങൾ, എത്രയെത്ര അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എത്രയെത്ര മൃതദേഹങ്ങളാണ് കാണാതായത്. പുത്തുമലയിൽ, ചൂരൽമലയിൽ എത്രയെത്ര മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ മൃതദേഹങ്ങളും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹു മഴയിലൂടെ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ മഴയെ ശ്രദ്ധിക്കാറില്ല? വീടിന്റെ കോലായിലിരുന്ന്, മട്ടുപ്പാവിലിരുന്ന് മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? നാലാമത് അല്ലാഹു പറയുന്നത് ഈ മഴ, ആ മഴ അല്ലാഹു പറയുന്നത് മഹിശറെ ഓർമ്മിപ്പിക്കാനാണ്, പുനർജന്മത്തെ കുറിച്ച് പറയാനാണ്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ لنخرج به حبا ونباتا وجنات ألفافا وأنزلنا من المعصرات ماء ثجاجا. സൂറത്തുൻ നബഅ ഞാൻ പറയുന്നത് മുഴുവൻ ഖുർആനാണ്. എനിക്കതിനേക്കാൾ ഇമ്പമുള്ള ഒരു വിഷയം വേറെ ഒന്നുമില്ല. ഇത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, അത് പറഞ്ഞാൽ പിന്നെ അതിൽ സന്ദേഹമില്ല, വാദപ്രതിവാദങ്ങളില്ല, ഖണ്ഡന മണ്ഡനങ്ങളില്ല, ചർവിത ചർവണങ്ങളില്ല. ഇത് പടച്ചവന്റെ വാക്കാണ്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. അല്ലാഹു ചോദിക്കുകയാണ് സൂറത്തുൻ നബഅ, ഇത് ഓതുമ്പോൾ നമ്മൾ ഈ ഓതിപ്പോയാൽ പോരാ, ഈ ആയത്തുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. മേഘജാലകങ്ങളുടെ ഇടയിൽ നിന്ന് ഭൂമിയിലേക്ക് നെറുകളിക്കുന്ന മഴത്തുള്ളികളെ ഞാൻ ഇറക്കുന്നത് കണ്ടില്ലയോ? മിനൽ മുഅ്സിറാത്ത്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാല് ചൊരത്താൻ പാകത്തില് വീർത്തു നിൽക്കുന്ന ആടിന്റെ അകിടിനാണ് മുഅ്സിറാത്ത് എന്ന് പറയുന്നത്. പിഴിഞ്ഞെടുക്കാതെ മേഘജാലകങ്ങളെ കണ്ടിട്ടില്ലേ? വെള്ളം ജലം താഴേക്ക് കൊടുക്കാൻ പാകുന്ന രീതിയിൽ മഴ വർഷിപ്പിക്കാൻ കാര്യത്തിൽ നിൽക്കുന്ന മേഘങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അൻസൽനാ മഴ ഇറക്കി തരികയാണ്. മഴ ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ആ മഴത്തുള്ളി വന്ന് മണ്ണുമായി ചേരുമ്പോൾ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, എത്ര സസ്യങ്ങളാണ് മുളച്ചത്. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ എത്ര പെട്ടെന്നാണ് സസ്യശ്യാമളമായത്, എത്ര പെട്ടെന്നാണ് മഴവില്ല് വിരിഞ്ഞത്, എത്ര പെട്ടെന്നാണ് മാരിവില്ല് വന്നത്, എത്ര പെട്ടെന്നാണ് മാനത്തിന്റെ, ഈ ചിത്രത്തിന്റെ മാനത്തിന്റെ നിറം മാറിപ്പോയത്, എത്ര പെട്ടെന്നാണ് തരിശു ഭൂമി സസ്യശ്യാമളമായത്, എത്ര പൊടുന്നനെയാണ് ഈ ഭൂമിയിൽ മുഴുവൻ സസ്യലതാദികളെ തലയാട്ടി നിന്നത്. വജന്നാത്തിൻ അൽഫാഫാ, എത്ര ഉദ്യാനങ്ങളാണ് മുട്ടിട്ട് വന്നത്, എത്ര പൂവുകളാണ് വിടർന്നത്, എങ്ങനെയാണ് ഒരു ജലത്തുള്ളി താഴെ വീണപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന ഭൂമി എങ്ങനെയാണ് സജീവമായത്. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഖുർആൻ. ഭൂമിയുടെ സൗന്ദര്യം കണ്ട്, മഴയുടെ മനോഹാരിത കണ്ട്, മാരിവില്ലിന്റെ മായാ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് അടുത്ത ഒരു ചാട്ടം ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ, കൂട്ടം കൂട്ടമായി ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട്, ഈ മണക്കാട് വലിയ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്യപ്പെട്ട് അസ്ഥിപഞ്ചരങ്ങളായി മാറിയ നിങ്ങളെ മഹിശറിൽ ഞാൻ കൂട്ടം കൂട്ടമായി നിങ്ങളെ ഇതേ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരും. എന്തേ നിങ്ങൾക്ക് സംശയം? ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ മഴത്തുള്ളി താഴെ വീണപ്പോൾ അതിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കാൻ, മണ്ണിന്റെ അടിയിൽ എവിടെയോ ഉണങ്ങിക്കിടന്ന ഒരു ചെറിയ കായ്ത്തരിയിൽ നിന്ന് ഇത്രയും വലിയ വൻമാമരങ്ങളെ, വൻമാവുകളെ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതുപോലെയാണ് മരിച്ച് കബറടക്ക് മൃതശരീരങ്ങളായി മാറിയ നിങ്ങളുടെ പുനർജന്മമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയുടെ ഉപമ പറഞ്ഞ് നമ്മളോട് പറയുകയാണ്.
ഈ മഴ കാണുമ്പോൾ, തിമിർത്ത് പെയ്യുന്ന മഴ കാണുമ്പോൾ നാം കരുതേണ്ടത് മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ്. മരണശേഷമുള്ള ജീവിതം, നാം ഈ മണ്ണിൽ നിന്ന് അടിഞ്ഞുപോയി 6 അടി മണ്ണിലേക്ക് പോയതിനു ശേഷമുള്ള ഒരു ജീവിതമുണ്ട്. മരിച്ച് മണക്കാട് വലിയ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കപ്പെട്ട് 6 അടി മണ്ണിലേക്ക് വെച്ച് മൂടുപലകയും വെച്ച് മണ്ണിട്ട് മൂടി മൈലാഞ്ചിച്ചെടി അടയാളമായി വെച്ച് 6 അടി മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ശരീരം മുഴുവനും, മാംസം മുഴുവനും മണ്ണോട് ചേരും. അസ്ഥികൾ ഒരു ഭാഗത്തേക്ക് മാറും. കുറച്ചു കാലം കഴിയുമ്പോൾ അത് തോണ്ടിയെടുത്ത് വേറൊരാളെ ഇവിടെ അടുക്കപ്പെടും. ഈ ഭൂമിയിൽ ഒന്നുമില്ലാതെ പോകുന്ന നിങ്ങളെ നാളെ പരലോകത്ത് ഞാൻ ഇതേപോലെ കൊണ്ടുവരുന്നത് മഴ പെയ്യുന്ന ഭൂമിയിൽ എങ്ങനെയാണോ സസ്യങ്ങൾ മുളപ്പിക്കുന്നത് അതിന് സമാനമായിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 4ാമത് മഴക്കാലത്ത് ചിന്തിക്കാൻ അല്ലാഹു നമ്മോട് മഴയുടെ ഉപമ പറയുന്നത് പരലോകത്തെ കുറിച്ചാണ്. 5ാമത്തെ ചോദ്യം, മഴയുടെ 5ാമത്തെ ചോദ്യം അല്ലാഹു നമ്മോട് പറയുന്നത് ഏകനായ ഇലാഹിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പറയാനാണ്. അവനാണ് സൃഷ്ടാവെന്ന് പറയാനാണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും, മഴ ഇത്രമേൽ വലിയ വിഷയമാണോ? മഴ ഇത്രമേൽ വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണോ? അതെ. അല്ലാഹുവിന്റെ ചോദ്യം, ഈ ഭൂമിയിലൂടെ തടം തല്ലി തൊടുക്കുന്ന ജലത്തുള്ളികളില്ലേ, ഈസ്റ്റ് ഫോർട്ടിൽ പോയി കെട്ടിക്കിടന്നിട്ട് എങ്ങനെയെങ്കിലും കോരിയെടുത്ത് കളയാൻ നിങ്ങൾ കരുതുന്ന ഈ ജലത്തുള്ളികളില്ലേ, അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തഷ്കുറൂൻ. ഓ നബിയെ ചോദിച്ചു കൊടുക്ക്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ഈ വെള്ളത്തെ നിങ്ങൾ കാണുന്നില്ലയോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ഈ ജലത്തുള്ളികളെ ആകാശത്ത് നിന്ന് നിർഗളിക്കുന്നത് നിങ്ങളാണോ അതല്ല ഞാനാണോ? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ബഹുദൈവങ്ങളാണോ? നിരീശ്വരവാദികളാണോ? അതല്ല നിങ്ങളുടെ സഹായികളാണോ? ആരാണ് ഈ മഴയെ ആകാശത്ത് നിന്ന് വർഷിപ്പിക്കുന്നവരാരാ? സൂറത്തുൽ വാഖിയ. പടച്ചോൻ ചോദിക്കുകയാണ്, ഈ ലോകത്തെ അല്ലാഹുവല്ലാത്ത മുഴുവൻ ആളുകളോടും പടച്ചോന്റെ ഒരു വെല്ലുവിളിയുണ്ട്. ആരാണ് മഴ വർഷിപ്പിക്കുന്നതാരാ? ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? UAE ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മഴയുടെ ബാലൻസ് തെറ്റിപ്പോയത് കൊണ്ടാണ് കാലാവസ്ഥ തെറ്റിയിട്ട് അവിടെ വീണ്ടും ജലപ്രളയം ഉണ്ടായത്. കൃത്രിമമായ മഴ. അല്ലാഹുവല്ലാത്ത ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളോടും പടച്ചോണ്ട് ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഉമ്മയുടെ മുലപ്പാല് കുടിച്ച ആണത്തമുള്ള ഒരു ആൺകുട്ടിയും ഇന്നേ വരെ എഴുന്നേറ്റ് നിന്നിട്ടില്ല. ആ ചോദ്യം സൂറത്തുൽ മുൽക്ക് അവസാനത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. പടച്ചോനെ മനസ്സിലാക്കി, അല്ലാഹുവിനെ മനസ്സിലാക്കി. ഖുൽ, ഓ നബിയെ പറഞ്ഞു കൊടുക്ക് നബിയെ, അറഅയ്തും, അവരെ കാണുന്നില്ലയോ? ഇൻ അസ്ബഹ മാഉകും ഗൗറാ, ഈ ഭൂമിയിൽ കിട്ടുന്ന ജലം മുഴുവനും വറ്റിപ്പോയിരുന്നെങ്കിൽ, ഒരു തുള്ളി ജലമില്ലാത്തൊരവസ്ഥയിൽ ഈ പ്രപഞ്ചം മാറിയെങ്കിൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഒലിക്കുന്ന വെള്ളം നിങ്ങൾക്കാരാണ് കൊണ്ടുവന്നു തരിക? ഈ ജലത്തെ മുഴുവനും പടച്ചവന് തരണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തരാൻ ലോകത്താർക്കാ കഴിയോ? ആർക്കെങ്കിലും? കൃത്രിമ മഴ പെയ്യിപ്പിക്കണമെങ്കിൽ തന്നെ അതിന് മൂലകങ്ങൾ വേണ്ടേ? അല്ലാതെ പെയ്യില്ലല്ലോ. പടച്ചോന്റെ ചോദ്യം, അല്ലാഹുവല്ലാത്ത ലോകത്ത് നിങ്ങൾ പറയുന്ന എല്ലാവരോടും, അതാരും ആയിക്കൊള്ളാം, ഞാൻ ഈ ജലത്തുള്ളി തരണം, മഴ തരണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു തുള്ളി ജലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ കഴിയൂ? എന്റെ മുമ്പിൽ അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്, യുവാക്കളുണ്ട്. യുക്തിവാദികളുടെ പ്രസംഗം കേട്ട് ചഞ്ചലചിത്തരായവരെ ഒരു തുള്ളി ജലമുണ്ടാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ മനുഷ്യന്?
ജലത്തിന്റെ രാസനാമം H2O. ഹൈഡ്രജന്റെ രണ്ടാറ്റവും ഓക്സിജന്റെ ഒരാറ്റവും ഉണ്ടെങ്കിൽ ജലമായി. ഈ ഹൈഡ്രജനും ഓക്സിജനും നമ്മുടെ പ്രകൃതിയിൽ സുലഭമാണ്. ഇതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചിട്ട് ജലമുണ്ടാക്കാൻ അത് ഈ പ്രപഞ്ചത്തിനും മുഴുവനും ആവശ്യമായ രീതിയിൽ മണക്കാട് മാത്രമല്ല, വയനാടൻ കാടുകളിൽ, അട്ടപ്പാടികളിലെ കൊടുങ്കാടുകളിൽ, സ്വക്കയ വൃക്ഷത്തിന്റെ മുകളിൽ, ആമസോൺ കാടുകളിൽ, അന്റാർട്ടിക്കയിൽ, ആർട്ടിക്കിൽ, മനുഷ്യൻ ഉള്ളിടത്തോ ഇല്ലാത്തടത്ത് മുഴുവനും ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ സംയോജിപ്പിച്ചിട്ടൊരു മഴയെ എല്ലായിടത്തും കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? കഴിയൂ? ഇവിടുത്തെ ഏത് ലാബുകളിലാണ് മഴയെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുക? പടച്ചോന്റെ വെല്ലുവിളിയാണ്. ഒഴുകുന്ന ഒരു തുള്ളി വെള്ളം, ടാങ്കർ ലോറിയിലല്ല, ഒഴുകുന്ന ഒരു ജലത്തുള്ളിയെ ടാങ്കർ ലോറിയിൽ നമുക്ക് കൃത്രിമമായി കൊണ്ടുവരാൻ കഴിയും. പക്ഷേ കറുകറുത്ത കട്ടുറുമ്പുകൾ കണ്ണിന് കാണാത്ത വിധം കാലുടക്കി കടന്നു പോകുന്ന കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ജലസരിത്തിനെ നിർഗളിപ്പിക്കാൻ, ഒരരുവിയെ ഒഴുക്കാൻ ലബോറട്ടറികളുടെ പരീക്ഷണശാലകളിലല്ല, പ്രകൃതിയുടെ കാരിരുമ്പിനേക്കാൾ കരുത്തുള്ള കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരും കാണാത്ത ഏതൊക്കെയോ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു ജലത്തിന്റെ ഉത്ഭവസ്ഥാനത്ത് കൊണ്ടുവരാൻ ഹിപ്പോക്രാറ്റസിന് കഴിഞ്ഞില്ല, നെപ്പോളിയന് കഴിഞ്ഞില്ല, ഗതേക്ക് കഴിഞ്ഞില്ല. കാല് ചവിട്ടാൻ ഒരു സ്ഥലം നിന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ പൊക്കിത്തരാമെന്ന് പറഞ്ഞ ആർക്കിമിഡീസിനും കഴിഞ്ഞില്ല. അള്ള ചോദിക്കുകയാണ്, ആര് കൊണ്ടുവന്നു തരും? എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് നല്ല ചൂടുള്ള സമയത്ത് വയറ് നമ്മൾ പറയും വല്ലാതെ കത്തുകൺ, ആ സമയത്ത് നമുക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടി. വെള്ളം കിട്ടിയാൽ ആ സമയത്ത് വെള്ളം കുടിച്ചിട്ട് എന്ത് പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാഅ തഹൂറ. പടച്ചവനെ അൽഹംദുലില്ലാഹ്, സർവസ്തുതി നിനക്കാണ് റബ്ബേ എന്ന് പറയണം. എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വയറിന്റെ കത്തല് മാറിയാൽ അൽഹംദുലില്ലാഹ് എന്തിനു പറയണം? നമുക്കറിയാം ജലത്തിന്റെ രാസനാമം H2 ആണ്. H2O ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും. ഹൈഡ്രജന്റെ സ്വഭാവം എന്താണ്? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സ്വയം കത്തുന്നത്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്നത്. ഹൈഡ്രജന്റെ സ്വഭാവം സ്വയം കത്തും, ഓക്സിജന്റെ സ്വഭാവം കത്താൻ സഹായിക്കുന്നത്. അതായത് പെട്രോള്, തീ, ഇത് രണ്ടും കൂടി യോജിച്ചാൽ സ്വാഭാവികമായി പ്രകൃതിയുടെ നിയമമനുസരിച്ച് തീയുണ്ടാവണം. പടച്ചവനെ സ്വയം കത്തുന്ന 2 എണ്ണവും കത്താൻ സഹായിക്കുന്ന 1 കൂടി ചേർന്നപ്പോൾ ഏറ്റവും നല്ല തണുപ്പ് നൽകി എന്റെ വയറിന്റെ കത്തലടക്കി തന്ന റബ്ബേ അൽഹംദുലില്ലാഹ്, നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് സ്തുതി പറയുക? ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീ തണുപ്പായെന്ന് പറഞ്ഞാൽ യുക്തിവാദികൾക്ക് സുഖിക്കാത്തത് അവിടെയാണ്. അവൻ ആരാണ്? ഈ ഭൂമിയിൽ മുഴുവനും കത്തുന്ന ഒരു സാധനത്തെയും കത്താൻ സഹായിക്കുന്ന ഒരു സാധനവും കൂടി ചേരുമ്പോൾ തണുപ്പിനെ കൊടുത്ത പടച്ചവനാണ് നിന്റെ റബ്ബ് എന്ന് പറയാൻ. അതുകൊണ്ട് മഴ എന്ന് പറയുന്നത് പടച്ചവനെ അറിയാനുള്ളതാണ്, അള്ളാഹുവിനെ അറിയുവാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തിമിർത്തു പെയ്യുന്ന മഴ, ആ മഴയുടെ പേമാരികൾ, കെടുതികൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം അജ്ഞാതമായ അറിവില്ലാത്ത കുളങ്ങളിലേക്ക് പോയി മുങ്ങി മരിച്ച കുട്ടികൾ ഇന്നലെയും ഇരട്ട സഹോദരങ്ങളാണ് മരിച്ചത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, പരിചിതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകരുത്, കുളങ്ങളിലേക്ക് നമ്മളെ കുട്ടികളെ കുളിക്കാൻ വിടരുത്. പാറക്കെട്ടുകൾ, പാറമടകൾ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങൾ നമ്മുടെ മക്കളെയും നമ്മളെയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, തിമിർത്ത് പെയ്യുന്ന ഈ മഴക്കാലത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം മരണപ്പെട്ടവർ 10-ലധികം. അതുകൊണ്ട് സ്വയം നാശത്തിലേക്ക് പോയി വീടരുതെന്ന് ഖുർആൻ പറഞ്ഞതാണ്. മക്കളെ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം പടച്ചവനെ ഒരുക്കി വെച്ച ദിട്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയണം. മഴ തിമിർത്തു പെയ്യുമ്പോൾ, ആകാശം പുടികെട്ടി പോകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ വർഷവും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും. ആകാശത്ത് മഴ തിമിർത്തു പെയ്താൽ, മഴ വല്ലാതെ കൂടിയാൽ, ഇടിയൊന്നു വെട്ടിയാൽ, മിന്നലുണ്ടായാൽ എന്ത് ചെയ്യണം? മഴയുടെ 6ാമത്തെ പാഠം അതാണ്. എന്ത് ചെയ്യണം? മദീനയുടെ ഓരത്തെങ്ങാനും മഴയൊന്ന് തിമിർത്തു പെയ്താൽ, ആകാശത്തു നിന്ന് ഇടിവെട്ടാൽ, എവിടെയെങ്കിലും മിന്നൽ പിണരു വന്നാൽ
ആ മദീനയുടെ നായകൻ ആദ്യം ചെയ്യുന്ന ജോലി ഫഫസിഅ ഇലസ്സലാ, നേരെ ഒളിവെടുത്ത് പള്ളിയിലേക്ക് പോകും. അവിടെ പോയി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അല്ലാഹുവേ അല്ലാഹുവേ അലം തഇദിനി റബ്ബി അല്ലാ തുഗ്ലികുഹും വഅന്ത വഅന ഫീഹിം. അല്ലാഹുവേ അല്ലാഹുവേ അലം തഇദിനി റബ്ബി, നീ എനിക്ക് വാഗ്ദാനം ചെയ്തതല്ല റബ്ബേ, ഞാൻ ഇവരുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഇവരെ നീ നശിപ്പിക്കരുതെന്ന്. മഴ പെയ്യുന്നു റബ്ബേ, പേടിയാകുന്നു റബ്ബേ. അതുകൊണ്ട് മഴ തിമിർത്ത് പെയ്യുമ്പോൾ, ഇടിവെട്ടുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അഭയസ്ഥാനം യൂട്യൂബിന്റെ മുമ്പിലല്ല, ലൈവുകളുടെ മുമ്പിലല്ല, നമസ്കാരത്തിലേക്ക് പോകണേ. പടച്ചവന്റെ മുമ്പിൽ സുജൂദിന് വീഴണേ. ദുരന്തങ്ങളിൽ നിന്ന് പടച്ചവനോട് കാവലിനെ തേടണേ. നമ്മൾ രക്ഷിക്കാൻ അല്ലാഹുവിനെ കഴിയൂ. അതുകൊണ്ട് മഴ, തിമിർത്ത് പെയ്യുന്ന മഴ, അല്ലാഹുവിലേക്ക് മടങ്ങുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു അടയാളമായി മാറട്ടെ. മദീനയിൽ പെയ്ത മനോഹരമായ ഒരു മഴയുടെ കഥ പറഞ്ഞ് ഈ ജുമാ പ്രഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. മഴയ്ക്ക് മനുഷ്യന്റെ ഒരു വലിയ മനോഹരമായ മഴ ഒരിക്കൽ മദീനയിൽ പെയ്തു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ ഭാര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെക്കുറിച്ച് മക്കയിലുള്ള ആളുകൾ അവരുടെ ചാരിത്രത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആയിഷ ബീവിക്കെതിരെ അപവാദം പറന്നു പരത്തി. മദീന മുഴുവനും ചൂടപ്പം പോലെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിയ്യപ്പന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആലക്കെതിരെ അപവാദം പരത്തി. ഹബീബിന്റെ സഹാബത്തുകൾ പോലും അതിനെ വിശ്വസിച്ചു പോകുന്ന വിധം സാഹചര്യ തെളിവുകൾ അനുകൂലമായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഭർത്താവായ നബി തങ്ങൾ പോലും ആ അപവാദത്തെ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയെത്തി. കൂടെ നിന്ന ആളുകൾ പോലും ആയിഷ ബീവി കുറ്റക്കാരിയാണെന്ന് പറഞ്ഞു. കൗമാരക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഈ സംഭവത്തിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ നീ നിന്റെ വീട്ടിൽ പോയി നിന്നോളൂ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ആയിഷ ബീവിയെ കൊണ്ടുപോയി ആക്കി. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മഴയുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണ്, നിരാലംബയായ പെണ്ണ്, ആരുമില്ലാത്ത പെണ്ണ് തന്റെ ഉപ്പാടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പയുടെ മകൾ ആയിഷ നിരപരാധിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ആയിഷ, എന്റെ ഹബീബിന്റെ മനസ്സിനത് വേദനിപ്പിച്ചു. എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. ഒരു പെൺകുട്ടിയുടെ അവസാനത്തെ അഭയം ഉമ്മയുടെ സാരിത്തുമ്പാണ്. ഉമ്മയുടെ വസ്ത്രത്തിന്റെ തുമ്പിലാണ് ഒരു പെൺകുട്ടിയുടെ അവസാനത്തെ അഭയം. പ്രിയപ്പെട്ട ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയുടെ പോയിട്ട് ആയിഷ ബീവി ഉമ്മയോട് പറഞ്ഞു, ഉമ്മയുടെ മോൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ, ഹബീബായ നബി തങ്ങൾ എന്ത് തീരുമാനം പറയട്ടെ? ആ സമയത്ത് എല്ലാവരും കൈവിട്ട അബലയായൊരു പെണ്ണ്, ദുർബലയായൊരു പെണ്ണ്, ഭർത്താവില്ല, ഉപ്പ വിശ്വസിക്കുന്നില്ല, ഉമ്മ വിശ്വസിക്കുന്നില്ല. ആ പ്രിയപ്പെട്ട ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം പോലെ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീടിന്റെ ഉള്ളിൽ കയറി മുസല്ല വിരിച്ചു. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ രഹസ്യം നിനക്കറിയാം, എന്റെ പരസ്യം നിനക്കറിയാം. എന്റെ ഉപ്പ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും, എന്റെ ഉമ്മ എന്നെ കൈവിട്ടാലും, എന്റെ ഹബീബ് എന്നെ കൈവിട്ടാലും, നീ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് റബ്ബേ. ഞാൻ നിരപരാധിയാണെന്ന് അറിയാവുന്നത് നിനക്കൊരേ ഒരാൾ മാത്രമാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ആയിഷ ബീവി ദിക്ർ പറഞ്ഞുകൊണ്ട് പാതിരാത്രി മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കൗമാരക്കാരിയായ തന്നിലേക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ പടച്ചവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആകാശത്ത് ആ സമയത്ത് ആയിഷ ബീവിയുടെ കണ്ണുനീരൊഴുകി. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ അടുക്കൽ വന്നു. 11ഓളം ആയത്തുകൾ ഒന്നിച്ചിറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അന്ന് മദീനയിൽ ഞാൻ സുജൂദിൽ കിടന്ന് കരയുന്ന നേരത്തെ എന്റെ നിരപരാധിത്വം പറഞ്ഞ് എന്റെ റബ്ബിനെ ഓർത്ത് ഞാൻ കരയുമ്പോ ആകാശത്ത് ഇടിവെട്ടി. അന്നും മദീനയിൽ ഒരു മഴ തുമുറുത്തു പെയ്തു. മദീനയുടെ മരുഭൂമിയിലൂടെ ജലത്തുള്ളികൾ ഇങ്ങനെ തടം തല്ലിയാ തുടങ്ങി. അന്ന് മദീനയിൽ പെയ്തതുപോലൊരു മഴ പിന്നീട് പെയ്തിട്ടില്ല. എന്റെ ആയിഷ ബീവി പറയാണെന്ന് 2 മഴയാണ് പെയ്തത്. ഒന്ന് മദീനയിലെ മരുഭൂമിയെ നക്കിത്തുടച്ച് വൃത്തിയാക്കിയ പെരുമഴയും, പിന്നെ ആയിഷയുടെ കവിൾത്തടത്തിലൂടെ ഒഴുകിയ കണ്ണീരിന്റെ പെരുമഴയും. 2 മഴയെന്ന് മദീനയിൽ പെയ്തു. ഒന്ന് എന്റെ കണ്ണീരിന്റെ പെരുമഴ, മറ്റൊന്ന് മദീനയിലെ പെരുമഴ.
ആ മഴയിൽ അള്ളാഹു എന്നെ വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, മഴയ്ക്ക് അങ്ങനെയും കൂടി ഒരു ചരിത്രമുണ്ട്. അള്ളാഹുവിലേക്ക് അടുത്ത ഒരു നിരപരാധിയുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ ആകാശത്ത് മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആകാശത്തിന്റെ സിട്ടാവായ റബ്ബിനെ നമ്മൾ സ്വന്തമാക്കുക, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയിലൂടെ ഗുണപാഠം പഠിക്കുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴക്കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവനിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് ഈ പാഠങ്ങളൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവിധത്തിലും ഉപകാരപ്രദമാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ട പിതാവിന് വേണ്ടിയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന